അഭിലാഷ് പിള്ള എഴുതി വിഷ്ണു വിനയ് ആദ്യമായി ഡയറക്ട് ചെയ്ത സിനിമയാണ് ആനന്ദ് ശ്രീബാല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു. എങ്കിലും നമുക്ക് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഇതൊരു ഇമോഷണൽ ഡ്രാമ കൂടിയാണെന്ന് പറയാം. ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അർജുൻ അശോകനാണ്. കൂടാതെ നമ്മുടെ സംഗീത മാധവൻ, ചിന്താവിഷ്ടയായ ശ്യാമളയായിട്ട് അഭിനയിച്ച സംഗീത, അതുപോലെ അപർണ ദാസ്, പിന്നെ മാളവിക മനോജ്, പിന്നെ സൈജു കുറുപ്പ്, സിദ്ദിഖ്, ഇന്ദ്രൻസ്, അജു വർഗീസ്, അസീസ് നെടുമങ്ങാട്, അങ്ങനെ ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ അർജുൻ അശോകന്റെ ആ ഒരു റോൾ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സ് ഇപ്പൊ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹം അല്ലെങ്കിൽ ഇവിടെ ആസിഫ് അലിക്ക് പറ്റുന്ന റോളാണ് എന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. ഇദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയും ഇത്തരത്തിലുള്ള റോളുകൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ. എനിക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയായിരുന്നു. പിന്നെ സൈജു കുറുപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ആസ് യൂഷ്വൽ ചെറിയ ഒരു ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുള്ളെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നന്ദു ഒരു പോലീസ് ഓഫീസറായിട്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻസ് ചെറിയ റോളിലെ ഉള്ളെങ്കിൽ അദ്ദേഹം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാടാണെങ്കിലും കോട്ടയം നസീറൊക്കെ ആണെങ്കിലും ചെറിയ റോളുകളാണെങ്കിലും അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പ്രകടനങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്തുള്ള മന്ദാര മലരിൽ എന്നൊരു സോങ് ഉണ്ട്. ആ സോങ് അത്യാവശ്യം നല്ല സോങ് ആയിട്ട് എനിക്ക് തോന്നി. മ്യൂസിക് രഞ്ജിൻ രാജാണ്. അതുപോലെ സിനിമാറ്റോഗ്രാഫി വിഷ്ണു നാരായണനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയില് ലാസ്റ്റ് നമ്മുടെ അർജുൻ അശോകൻ പറയുന്ന ഒരു വാക്യമുണ്ട്, എനിക്ക് ഈ ജോലി വേണ്ട, ഈ ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ അമ്മയെ മറക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിൽ തന്നെ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ സിനിമയെ റിലേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ മൊത്തം നോക്കുവാണെങ്കിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ആദ്യമൊന്നും വരാതെ ലാസ്റ്റ് വരെ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തി കൊണ്ടുപോകുന്ന ഒരു സ്ലോ മൂവിങ് ഒരു ത്രില്ലർ എന്ന് പറയാം. ലാസ്റ്റ് വന്നിട്ട് ഒരു 15-20 മിനിറ്റ് കുറച്ച് ടേൺസ് ഒക്കെ വന്നിട്ട് ഉള്ള ഒരു സിനിമയാണ്. ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്ന് വെച്ച് നിങ്ങൾ വലിയൊരു പിന്നെ 5-ാം പാതിര, അതുപോലെ തലവൻ പോലെയുള്ള അത്തരത്തിലുള്ള സിനിമകൾ കമ്പയർ ചെയ്യരുത്. അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരു പ്രത്യേകിച്ചും നമുക്ക് കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റാത്ത സീനുകളൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികളുമായിട്ട് ധൈര്യമായിട്ട് പോകാവുന്നതാണ്. സോ ഇത്രയുള്ള ഈ വീഡിയോയെ കുറിച്ച് എനിക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.